കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യാം. ഇത് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വാട്സപ്പ് മെസ്സേജുകൾ അല്ലെങ്കിൽ വാട്സപ്പ് സ്ക്രീൻഷോട്ടുകളൊക്കെയും കോടതിയിൽ എവിഡൻസ് ആയിട്ട് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയർ എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള മറ്റൊരു വിധിയും കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. വിധി ഇങ്ങനെയാണ് പറയുന്നത്: വാട്സപ്പ് കോൺവെർസേഷൻസ് cannot be read as evidence without mandatory certificate under Evidence Act എന്നാണ് പറയുന്നത്. ഇത് 2024 ഡിസംബറിൽ വന്നിട്ടുള്ള ഒരു ഉത്തരവാണ്. അതായത് നമ്മളിപ്പോൾ ഒരു വാട്സപ്പ് മെസ്സേജ്, അതായത് ചാറ്റായിരിക്കാം അല്ലെങ്കിൽ വോയിസ് ആയിരിക്കാം, എനിവേ എന്ത് സംഭവങ്ങളാണ് എന്നുണ്ടെങ്കിലും അത് കോടതിയിൽ ഒരു എവിഡൻസ് ആയിട്ട്, ഒരു തെളിവായിട്ട് സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ എവിഡൻസ് ആക്ട് പ്രകാരമുള്ള ഒരു ഒരു സർട്ടിഫിക്കറ്റ് വേണം എന്നാണ് പറയുന്നത്. മാൻഡേറ്ററി സർട്ടിഫിക്കറ്റ് അത്യാവശ്യമാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു മാൻഡേറ്ററി സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മാത്രമാണ് അത് കോടതിയിൽ ഇലക്ട്രോണിക് എവിഡൻസ് ആയിട്ട് അത് സ്വീകരിക്കുകയുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഇനി ഈ മാൻഡേറ്ററി സർട്ടിഫിക്കറ്റ് ഇല്ലാതെ തന്നെ ഈ വാട്സപ്പ് ചാറ്റും കാര്യങ്ങളൊക്കെയും കോടതി ആക്സെപ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏത് മൊബൈലിലേക്കാണോ കോൾ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഏത് മൊബൈലിലേക്കാണോ ചാറ്റ് വന്നിട്ടുള്ളത് ആ സെയിം മൊബൈൽ നമ്മൾ എന്ത് ചെയ്യണം, കോടതിയിൽ ഹാജരാക്കിയാൽ മതി എന്ന് മറ്റൊരു കോടതി വിധിയും കൂടി ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.